ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് രാത്രി 10 മണിക്കായിരിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രാവിലെ നമ്മൾ ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർക്കയാണ്. കൂർക്ക ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാകുമ്പോഴേക്കും നമ്മൾക്ക് ഉപ്പുമാവ് റെഡിയാക്കാം. ഇന്നലെ ഞാൻ ഉപ്പുമാവ് റെഡിയാക്കിയപ്പോൾ ഉപ്പുമാവിൻ്റെ സീക്രട്ട് എനിക്ക് മനസ്സിലായി, എങ്ങനെ അത് വെള്ളം ചേർക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇന്നും കുറച്ച് കൂടുതൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കാം എന്ന് ഓർത്തിട്ട് സൈഡിൽ കൂടി ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട. ഇന്നലെ വാങ്ങിച്ച ഇറച്ചിയിൽ നിന്ന് ഇത്തിരി ഉപ്പിലെന്താ ഇറച്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് എണ്ണയിലിട്ടിട്ട് വറുത്ത് ഇറച്ചി ഫ്രൈയും അതും ഈ സൈഡിൽ കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മൾക്ക് ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. ചോറ് തിളപ്പിച്ചുറ്റാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ ചോറൊക്കെ കഴുകി വാരിയൊക്കെ ഇട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ കോഴിക്കറി ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കി എടുത്ത് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് ഊറ്റി അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ വെച്ച വറുത്തരച്ച കറിയിലെ വറുത്തരച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട സമയം കൊണ്ട് ഒരു 50 മിനിറ്റും കൊണ്ട് 4500 പേരാണ് കണ്ടത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. 4500 പേര് കണ്ടവരാര് പാകെ 10 ലൈക്കാണ് തന്നത്. അതിലൊത്തിരിയേറെ സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അങ്ങനെ എൻ്റെ ഇന്നത്തെ കാലത്തെ കലാപരിപാടികളൊക്കെ ഒട്ടുമിക്കതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് സെഷനിലോട്ട് പോവുകയാണ്. ചോറ് കെട്ടൽ ഇപ്പോൾ 3 പാത്രത്തിലാണ് ചോറ് കെട്ടേണ്ട ഒരു കടമ ഉള്ളത്. അപ്പം നല്ല ചൂട് ആവി വറക്കണ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് 3 പാത്രത്തിലും എടുത്ത് വെച്ചിട്ട് 3 പേരുകളാം കറിയും എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ കൂർക്ക ഉപ്പേരിയും ഇറച്ചി ഫ്രൈയും. ഇറച്ചി വെറുതെ ഒരു മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും ചേർക്കാണ്ട് വെറുതെ ഫ്രൈ ചെയ്തെടുക്കോട്ടെ. നല്ല ടേസ്റ്റാണ്, കഴിച്ച് നോക്കണേ. അപ്പോൾ ഇളയവന് ഇന്നും സ്കൂളിൽ പോകാനായിട്ട് വലിയ ഇതില്ല, എന്തോ തലവേദനയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിരിപ്പുണ്ട്. മിക്കവാറും ഇന്നും പോകാനുള്ള ചാൻസ് ഇല്ല. പോകാൻ ഇൻട്രസ്റ്റ് ആയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ 8 മണിക്ക് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോണതാണ് തന്നെ മാറി. അപ്പോൾ എന്തോ വയ്യായിക ഉണ്ട്, അങ്ങനെ പുള്ളിക്കാരൻ പോണില്ല. എന്തായാലും 3 വാരിക്കും ചോറ് കെട്ടി വെച്ചത് ഞാൻ വെച്ചിട്ടുണ്ട്. ഉച്ചക്ക് എടുത്ത് കഴിച്ചോളൂ. അപ്പം അങ്ങനെ 3 പാത്രവും നിരത്തി ഇങ്ങനെ പൊക്കത്തിൽ വെച്ചേക്കേണ്ട കുത്തപ്പ് മീനാറും പോലെ. അപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പാത്രം കിണർ പോലത്തെ അത് എൻ്റെ എൻ്റെ ഒരുപാട് അന്വേഷിച്ച് നടന്നാണ് നമ്മൾ ആ ഒരു പാത്രം കണ്ടുപിടിച്ചത് കേട്ടോ. സംഭവം എന്തായാലും അടിപൊളി പാത്രം കേട്ടോ മിൽട്ടൻ്റെ. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ ചൂടായിരിക്കട്ടെ. ഉച്ചക്ക് ചോറ് തിന്നുമ്പോഴും നല്ല ചൂടും ചോറും ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ചൂടും ആയിരിക്കും. കറിയൊക്കെ ഒന്നും ഒട്ട് ലീക്കാവാണ്ട് നല്ല അടിപൊളിയായിട്ട് ചോറ് ഇരുന്നോളൂ കേട്ടോ. അപ്പം മിക്കു ഇനി വയ്യാത്തതുകൊണ്ട് ഞാൻ മിക്കു എടുത്ത് ഉപ്പുമാവ് അധികം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ബാക്കി ഇരുന്ന് വെച്ചാൽ ഉപ്പുമാവും കട്ടൻ ചായ കൂടി കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഞാൻ എനിക്ക് എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അലക്കലൊക്കെ നമ്മൾ ഇന്നലെ കടന്നെല്ലാം തീർത്താരണം. അലക്കാനും ഇതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടിയും ഇതൊക്കെ അമ്മിച്ചിയുടെ സെക്ഷനാണ്. ഞാൻ പോയി കഴിയുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അമ്മച്ചി ചെയ്തോളും. അങ്ങനെ നമ്മളിതേ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചോറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഇല്ലി നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇല്ലിയുടെ ഉള്ളിലൊക്കെ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അനുചേട്ടനെ എന്നെ സൗത്തിൽ കൊണ്ടുവന്ന് ആക്കി തരും. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി 2 ബസ് കയറിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഓഫീസിലെത്തണം. അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി.